ഇവളിത് എവിടെ പോയി കിടക്ക? സുയിത്രേ, ഈ വീട് മുഴുവൻ ഞാൻ അരിച്ചു പറക്കി. ചന്തയിലോ മറ്റോ പോയതായിരിക്കോ? ഓ, ഇങ്ങനെ ഡോറ് തുറന്നിട്ട് പോവോ? ഉറപ്പായിരിക്കും. ഇങ്ങേർക്ക് എനിക്ക് അടി വാങ്ങി തന്നിട്ട് മതിയായില്ലേ? വന്ദന, ഇവളെന്തിനാ വിളിക്കുന്നു? മോളെ, പ്രകാശേട്ടനിപ്പോ മോളുടെ കാര്യം ചിന്തിച്ചതേ ഉള്ളൂ. മോളിപ്പോ എവിടെയാ? ഞാനിപ്പോ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. ഓർഫനേജിൽ നിന്ന് വിളിച്ചിരുന്നു. നമ്മൾ ആരെങ്കിലും ചെന്ന് ഒരു ഒപ്പ് കൂടി ഇട്ടു കൊടുക്കണം. മോളെ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ജഗൻ നിന്നോട് ഒരിക്കലും ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്ക് ആ രാഖിയോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? രാഖി ഒന്നുമില്ലെങ്കിലും അവൾ അപ്പച്ചിയല്ലേ? ഓർഫനേജിൽ താമസിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാവില്ലേ? അതൊന്നും ആലോചിക്കാനുള്ളൊരവസ്ഥയിലല്ല ഏട്ടൻ ഞാൻ. ഏട്ടന് പോവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മനോജിനെ വിളിച്ചു പറയാം. വീമോൾക്ക് എന്തെങ്കിലും ഫുഡ് അലർജി ഉണ്ടോന്നറിയാനും ആ പേപ്പറിൽ ഒപ്പിടാനും വേണ്ടിയാ വിളിക്കുന്നത്. ജഗനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലത്ര. മോളെ, നമ്മുടെ നിയമമുള്ള കാര്യമല്ലേ, ഏട്ടൻ പോവാ. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ഇതിന്റെ കാര്യത്തിനായി ഇനി നീ ആരെയും വിളിക്കണ്ട. ശരി. മതി, ആള് വരട്ടെ. ഇവളിത് എവിടെ പോയി കിടക്കുക?